ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എങ്ങനെ ചോദിച്ചാലും ഈ പെണ്ണ് പറയില്ല. ഓഫീസ് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ അതും കേൾക്കൂല. എന്തായാലും ഇതങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. അവളുടെ പുറകെ പോയാല് അവളുടെ ഓഫീസ് കണ്ടുപിടിക്കാലോ. സാറേ ഒരു മിനിറ്റ്, അതൊന്ന് മാറ്റി വെച്ചേ. എന്തിന്? സാറിന്റെ വീടിന്റെ ഇന്റീരിയർ പെയിന്റ് ഞാൻ സെലക്ട് ചെയ്താ ശരിയാവില്ല. എക്സ്റ്റീരിയർ ആണെങ്കിൽ ഒട്ടും ശരിയാവില്ല. അതുകൊണ്ട് ഏതൊക്കെ പെയിന്റ് എവിടെയൊക്കെ അടിക്കണമെന്ന് സാർ നോക്കി ഒന്ന് ഫിക്സ് ചെയ്തേ. നാളെ തന്നെ പണിക്കാരെ നിർത്താവുള്ളതെന്ന്. എടോ, താനെന്തിനാ ഇത്ര തിടുക്കം പിടിക്കുന്നത്? എന്റെ പൊന്നു സാറേ, ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോകുന്നതിന് തിടുക്കമൊന്നും ഞാൻ കാണുന്നില്ല. എന്റെ സാറേ, ഞാനായിട്ടെ ഓരോന്നോരോന്ന് തുടങ്ങി വെക്കാന്ന് കരുതിയതാ. സാറ് ഒന്ന് നോക്കി പറഞ്ഞേ. നോക്കിയേ. എന്താ പണിക്കുഞ്ഞ ഇവിടെ? ആ, കല്യാണം അടുത്ത് വരല്ലേ അമ്മേ, വീടൊക്കെ ഒന്ന് പെയിന്റ് ചെയ്യണ്ടേ. സാറിനോട് കളറൊന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. അത് ശരി. അപ്പൊ രണ്ടുപേരും കൂടി കാര്യങ്ങൾ ഇത്രയൊക്കെ എത്തിച്ചല്ലേ? എന്റെ അമ്മ ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, ഇയാളുടെ താല്പര്യത്തിന് ഇയാൾ തന്നെ കൊണ്ടുവരുന്നത്. ഈ വീടൊന്ന് പെയിന്റ് ചെയ്യുന്നതുകൊണ്ട് ഇത്ര വലിയ കുഴപ്പം എന്നാന്നേ? ഒരു കല്യാണത്തിന് ആദ്യം അണിഞ്ഞൊരുങ്ങേണ്ടത് വീട്ടുകാരല്ല, വീടാ. അങ്ങനെയല്ലേ അമ്മേ? അത് മാണിക്കുഞ്ഞ് പറയുന്നത് തന്നെയാ ശരി. നീ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തേ. എന്നാ മാണിക്കുഞ്ഞ് പെയിന്റിങ് തുടങ്ങുന്നേ? നാളെ തന്നെ തുടങ്ങണമെന്നേ. അല്ലെങ്കിൽ കുഴപ്പം എന്നാന്നറിയോ? കല്യാണത്തിന് രാവിലെ വരെ അവന്മാരൊരു ബ്രഷും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ. സാർ ഇതൊന്ന് സെലക്ട് ചെയ്തേ. നല്ല കളറാന്നേ, നോക്കൂ. ആ നന്ദേട്ടാ, ഇവര് വീട് പെയിന്റ് ചെയ്യാനുള്ള പുറപ്പാടില്ല. കല്യാണത്തിനുള്ള ഒരുക്കുവേ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അതെ മുത്തശ്ശിയുടെ മുറിക്ക് ഏത് പെയിന്റ് അടിക്കേണ്ടത്? ഇത് നോക്കി ഒന്ന് സെലക്ട് ചെയ്തേ. അതൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാ നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാ മതി. എടാ മാണിക്കുഞ്ഞെ, നമുക്ക് ആദ്യം ഫയൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് അതിലേക്ക് ഇരിക്കാം. ശരി സാർ. മാണിക്കുഞ്ഞെ, ഓ മിക്കവാറും ഇത് മാറ്റി വെക്കാനുള്ള അടവാണെന്നാ തോന്നുന്നേ. ഞാൻ വിടുവോ? ഇന്ന് ഇതിലൊരു തീരുമാനമാക്കാതെ ഞാൻ സാറിന് എങ്ങോട്ടും വിടുന്ന പ്രശ്നമില്ല. എടോ, തണു വന്നേ. സുമിത്രേ, എനിക്ക് ഒരു കട്ടൻ കാപ്പി വേണം. ഇപ്പൊ കൊണ്ടുവരാമേ. നന്ദ, നമ്മൾ അറിയാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഇനി എന്തു പറഞ്ഞിട്ടാ ഈ വിവാഹം നീട്ടിവെക്കാൻ നമുക്ക് പറ്റുക? അറിയില്ലമ്മേ. സൂചനകൾ അനുസരിച്ച് ശാപം തന്ന ആ കുടുംബത്തിലെ രക്ഷകയായ പെൺകുട്ടിയാണ് കൊച്ചുമകന്റെ ഭാര്യയായി കളരിക്കൽ തറവാട്ടിലേക്ക് എത്തേണ്ടത്. സിദ്ധം പറഞ്ഞ ആ പെൺകുട്ടിയെ കണ്ടെത്താനായിരുന്നെങ്കിൽ ഒരു പ്രതീക്ഷയുണ്ടായേനെ. അക്കാര്യത്തിൽ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഫലം കാണുന്നില്ല. പേടിച്ച് പേടിച്ച് അവസാനം കീഴടങ്ങേണ്ടി വരുമോ നന്ദ? ഈ തറവാട്ടിൽ ഇനിയൊരു ദുർമരണത്തെക്കുറിച്ച് ഓർക്കാൻ വയ്യ. എന്താ അങ്ങോട്ട് പോവാൻ തീരുമാനിച്ചോ? അതെ ചേച്ചി, അമ്മയുടെ കാര്യാലോചിക്കുമ്പോ വേറെ മാർഗമൊന്നും തോന്നുന്നില്ല. നന്നായി മോളെ. സത്യം പറഞ്ഞ ഞാനും സുനന്ദ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. എന്താ ചെയ്യേണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചോണ്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇന്നലെ രാത്രി അമ്മ എന്നോട് കുറെ സംസാരിച്ചു. സാധാരണ ഓപ്പറേഷന്റെ കാര്യമൊക്കെ പറയുമ്പോ അതൊന്നും നടക്കില്ല, ഞാൻ ഓപ്പറേഷന് ശേഷം ഉണ്ടാവില്ല എന്നൊക്കെ പറയാറ്. ഇന്നലെ മറിച്ചാ പറഞ്ഞ എനിക്ക് ഇനിയും കുറെ നാള് ജീവിക്കണമെന്ന്. അമ്മ ആദ്യമായിട്ട് അങ്ങനെ പറയുന്ന. അത് കേട്ടപ്പോ എന്റെ അപമാനവും സങ്കടവും എങ്ങോട്ടോ പോയി. അമ്മയെ ജീവിപ്പിക്കണമെന്നൊരു തോന്നല് മാത്രമായി. കുറച്ചു നാള് സഹിച്ചാ പോരെ മോളെ. അത് കഴിഞ്ഞാ നിനക്ക് അമ്മയും കൂട്ടി നിന്റെ വഴിക്ക് പോവാലോ. അതെ, ഏതായാലും പോവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ വൈകിക്കണ്ട.
രണ്ടാണ് പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാം. കൃഷ്ണേ, അല്ല പോകാറായോ? ആ ഇപ്പൊ തന്നെ വൈകിയമ്മേ. അമ്മ മോളോടൊരു കാര്യം പറയട്ടെ. നിന്നെ ഇഷ്ടപ്പെടുന്ന ആ ചെറുക്കനുണ്ടല്ലോ, അവന്റെ വീട് എവിടെയാ? കണ്ടുപിടിച്ച് ചെന്നിട്ട് മുടക്കം പറയാനൊന്നുമല്ല. അമ്മ ആലോചിച്ചപ്പോ അത് തന്നെ നല്ലേന്ന് തോന്നി. നീ ഒരു തീരുമാനം എടുത്താ അത് തെറ്റാവില്ലല്ലോ. എവിടെയാ മോളെ അവന്റെ വീട്? അമ്മ തിടുക്കം പിടിച്ച് ഈ രാവിലെ തന്നെ എന്റെ കല്യാണം നടത്താൻ പോവാണോ? ഞാൻ പോയി വന്നിട്ട് വിശദമായിട്ട് അമ്മയ്ക്ക് എല്ലാം പറഞ്ഞുതരാം. നമുക്ക് ഇറങ്ങാം. അല്ല മോളെ, നീ ഇതൊന്ന് പറഞ്ഞിട്ട് പോ. ഒന്ന് പറയുന്നത് കേക്കമ്മേ. ഞങ്ങൾ ഇറങ്ങട്ടെ. ചേച്ചി വന്നേ. മോളെ, തങ്കം, ഞാനും ഇറങ്ങാം. അമ്പലത്തിൽ ആളൊഴിയുന്നതിന് മുമ്പേ ചെല്ലണം. പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ ടിക്കറ്റ് കാണിച്ചാലേ അവരെ മനസ്സും നിളകും. അതാണ് നമ്മുടെ ബിസിനസ്. ഇറങ്ങട്ടെ. ഓക്കെ. എങ്ങനെ ചോദിച്ചാലും ഈ പെണ്ണ് പറയില്ല. ഓഫീസ് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ അതും കേൾക്കൂല. എന്തായാലും ഇതങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. അവളുടെ പിറകെ പോയാല് അവളുടെ ഓഫീസ് കണ്ടുപിടിക്കാലോ. ഞാനിവിടെ മനസ്സിന് തീ പിടിച്ച് നടക്കുക സുനന്ദേച്ചി. അതിനിടയിലാ കല്യാണക്കാരും പറഞ്ഞ് അമ്മയുടെ സംസാരം വേറെ. ആ പാവത്തിന് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ കൃഷ്ണേ. അപ്പൊ പിന്നെ എന്ത് പറയാനാ? എങ്ങനെയെങ്കിലും ഈ ഒളിച്ചകളി ഒന്ന് അവസാനിപ്പിച്ചാ മതി എനിക്ക്. എന്നിട്ട് വേണം ഇതൊക്കെ തുറന്നു പറഞ്ഞ് എനിക്ക് അമ്മയോട് മാപ്പ് പറയാൻ. അല്ലാതെ എന്റെ മനസ്സ് തണുക്കില്ല. അതൊക്കെ ക്ഷമിച്ചോളൂ. അമ്മയ്ക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിക്കുന്ന മോളെ കിട്ടിയത് അമ്മയുടെ ഭാഗ്യല്ലേ. വേഗം വാ, പോവാം.